നമസ്കാരം. ഇന്ന് നമ്മളൊരു പുതിയ കണ്ടെത്തലിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അക്വില ബൂസ്റ്റർ എന്നറിയപ്പെടുന്ന ഒരു പുതിയ പെവാട്രോൺ. ചൈനയിലെ ലാർജ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് എയർ ഷവർ ഒബ്സർവേറ്ററി അഥവാ LHAASO ഒരു പുതിയ പെവാട്രോൺ കണ്ടെത്തിയിരിക്കുന്നു. അക്വില നക്ഷത്ര സമൂഹത്തിലെ PSRJ 184900001 എന്ന പൾസാർ കാറ്റ് നെബുലയിൽ നിന്നാണ് PeV ഗാമാ-റേ വികിരണം 10⁻15 eV കണ്ടെത്തിയിരിക്കുന്നത്. ഈ കണ്ടെത്തൽ ഒരു പുതിയ പെവാട്രോണായി അടയാളപ്പെടുത്തുന്നു. കൂടാതെ പൾസാർ കാറ്റ് നെബുലകളിലെ കണികാത്വരണത്തിന്റെ ക്ലാസിക്കൽ സിദ്ധാന്തങ്ങൾക്ക് ഇതൊരു വലിയ വെല്ലുവിളി ഉയർത്തുന്നു. എന്താണ് ഒരു പൾസാർ കാറ്റ് നെബുല എന്ന് നോക്കാം. ഇത് ഉയർന്ന ഊർജ്ജമുള്ള ഒരു സെലസ്റ്റിയൽ ഘടനയാണ്. വേഗത്തിൽ കറങ്ങുന്ന കാന്തികവൽക്കരിച്ച ന്യൂട്രോൺ നക്ഷത്രമായ പൾസാർ പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കുന്ന ചാർജ് ചെയ്ത കണങ്ങളെ പുറന്തള്ളുമ്പോൾ അത് ചുറ്റുമുള്ള മാധ്യമവുമായി കൂട്ടിയിടിച്ച് ഈ നെബുല രൂപപ്പെടുന്നു. പൾസാർ കാറ്റ് നെബുലയുടെ ഏറ്റവും പ്രസിദ്ധമായ ഉദാഹരണമാണ് ക്രാബ് നെബുല. ഇത് ഹൈ എനർജി അസ്ട്രോഫിസിക്സിലെ ഒരു സ്റ്റാൻഡേർഡ് ക്യാൻഡിലായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ അക്വില ബൂസ്റ്റർ എന്ന് വിളിപ്പേരുള്ള ഈ പുതിയ സിസ്റ്റം എങ്ങനെയാണ് പ്രതീക്ഷകളെ മറികടക്കുന്നത് എന്ന് നോക്കാം. ഈ പഠനം PSRJ 184900001 എന്ന പൾസാർ കാറ്റ് നെബുല സിസ്റ്റത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതിന്റെ സ്പിൻ ഡൗൺ ലുമിനോസിറ്റി ക്രാബ് നെബുല പൾസാറിനേക്കാൾ 50 മടങ്ങ് കുറവാണ്. പരമ്പരാഗത മോഡലുകൾ പ്രകാരം കുറഞ്ഞ ലുമിനോസിറ്റിക്ക് കുറഞ്ഞ റേഡിയേഷൻ ലുമിനോസിറ്റിയാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ ഈ സിസ്റ്റത്തിലെ ഗാമാ-റേ ലുമിനോസിറ്റി ക്രാബ് നെബുലയുടേതിനേക്കാൾ പല മടങ്ങ് കൂടുതലാണ്. ഇത് സൂചിപ്പിക്കുന്നത് പൾസാർ കാറ്റിൽ നിന്നുള്ള ഊർജ്ജത്തെ അൾട്രാ ഹൈ എനർജി കണങ്ങളാക്കി മാറ്റുന്നതിൽ ഈ സിസ്റ്റം അവിശ്വസനീയമാംവിധം കാര്യക്ഷമമാണ് എന്നാണ്. മൾട്ടി വേവ്ലെങ്ത് നിരീക്ഷണങ്ങളിലൂടെ ഗവേഷകർ കണ്ടെത്തിയത് ഈ നെബുലയിലെ കണികാത്വരണം കാര്യക്ഷമത സൈദ്ധാന്തിക പരിധിയുടെ കുറഞ്ഞത് 27% വരെ എത്തുന്നുവെന്നാണ്. ക്രാബ് നെബുലയുടെ കാര്യക്ഷമതയെ മറികടക്കുന്ന ഈ സിസ്റ്റത്തിന് അക്വില ബൂസ്റ്റർ എന്ന് വിളിപ്പേര് നൽകിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് നിലവിലെ സിദ്ധാന്തങ്ങൾ ഈ ഫലങ്ങൾ വിശദീകരിക്കാൻ കഴിയാതെ പോകുന്നത്? പരമ്പരാഗത മോഡലുകൾ അനുസരിച്ച് പൾസാർ കാറ്റ് നെബുലയുമായി കൂട്ടിയിടിക്കുന്ന ടെർമിനേഷൻ ഷോക്ക് എന്ന മേഖലയിലാണ് കണികാത്വരണം സംഭവിക്കുന്നത്. ഈ സ്ഥലത്താണ് കണികാ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെങ്കിൽ ആവശ്യമായ ത്വരണം കാര്യക്ഷമത 100% കവിയും. ഇത് ഭൗതികമായി അസാധ്യമാണ്. അതിനാൽ ഈ മോഡലിന് വിശദീകരിക്കാൻ കഴിയുന്നില്ല. ഈ കണ്ടെത്തലിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇത് ക്ഷീരപഥത്തിലെ മിൽക്കി വേ ഒരു പുതിയ പെവാട്രോൺ കാൻഡിഡേറ്റിനെയാണ് കൂട്ടിച്ചേർക്കുന്നത്. കൂടാതെ അവിശ്വസനീയമായ കാര്യക്ഷമതയിൽ പ്രവർത്തിക്കുന്ന ഒരു എക്സ്ട്രീം കണികാത്വരണി പ്രപഞ്ചം എങ്ങനെ നിർമ്മിച്ചുവെന്നും വെളിപ്പെടുത്തുന്നു. ഈ പഠനം പൾസാർ കാറ്റ് നെബുലകളുടെ സൈദ്ധാന്തിക ചട്ടക്കൂട് പരിഷ്കരിക്കുന്നതിനും ആപേക്ഷിക പ്ലാസ്മകളിലെ കണികാത്വരണ സംവിധാനങ്ങൾ വീണ്ടും പരിശോധിക്കുന്നതിനും നിർണായക സൂചനകൾ നൽകുന്നു.